നമസ്കാരം. ഹജ്ജുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഹജ്ജ് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കർശന ശിക്ഷകൾ ഏർപ്പെടുത്തുമെന്ന് സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. മക്ക റൂട്ട് ഇനീഷ്യേറ്റീവിന് കീഴിൽ ഇസ്ലാമാബാദിൽ നിന്ന് മദീനയിലേക്കുള്ള 442 തീർത്ഥാടകരുടെ ആദ്യ ബാച്ചിനെ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഹജ്ജ് യാത്ര ആരംഭിച്ച സമയത്ത് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്നും ഇത്തരമൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. നിയമലംഘനങ്ങൾക്കുള്ള ശക്തമായ പിഴ ഏപ്രിൽ 29 മുതൽ ജൂൺ 10 വരെ ഉണ്ടാകുമെന്നും സൗദി അറേബ്യൻ അധികൃതർ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിന്നുള്ള നിയമവിരുദ്ധ ഹജ്ജ് യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും ഹജ്ജിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സൗദി അറേബ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമായി തീർത്ഥാടകർ എത്തുന്നത് ഹജ്ജിന്റെ സുഗമമായ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാറുണ്ട്. ഭിക്ഷാടനം ലക്ഷ്യമിട്ടും ഈ സമയത്ത് വലിയൊരു വിഭാഗം സൗദി അറേബ്യയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നും മറ്റുമാണ് ഇത്തരക്കാർ എത്തുന്നത്. ഈ പ്രവണതയ്ക്കെതിരെ നേരത്തെ തന്നെ സൗദി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ഇത്തവണ പിഴത്തുക വലിയ തോതിൽ ഉയർത്തിയിരിക്കുന്നത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നടത്താനും മറ്റും ശ്രമിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് 20,000 സൗദി റിയാൽ, ഏകദേശം 4.4 ലക്ഷം ഇന്ത്യൻ രൂപ വരെ പിഴ ഈടാക്കുമെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പിഴ സന്ദർശക വിസ ഉൾപ്പെടെ എല്ലാത്തരം വിസ ഉടമകൾക്കും ബാധകമാണ്, പ്രത്യേകിച്ച് മക്കയിൽ പ്രവേശിക്കുന്നവർക്കും താമസിക്കുന്നവർക്കും. അതോടൊപ്പം തന്നെ പെർമിറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി സന്ദർശക വിസ അപേക്ഷിക്കുന്നവർക്കോ അവരുടെ പ്രവേശനം അല്ലെങ്കിൽ താമസം എന്നിവയ്ക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നവർക്കും 1 ലക്ഷം സൗദി റിയാൽ, അതായത് 22 ലക്ഷം ഇന്ത്യൻ രൂപ വരെ പിഴ ലഭിക്കും. ഹോട്ടലുകൾ, സ്വകാര്യ വീടുകൾ അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റ് സജ്ജീകരണങ്ങളും താമസവും ഒരുക്കുന്നവർക്കും ഈ പിഴ ബാധകമായിരിക്കും. നിയമവിരുദ്ധമായി ഹജ്ജ് നടത്താൻ ശ്രമിക്കുന്നവരെ ഉടനെ തന്നെ കയറ്റി അയക്കുകയും സൗദി അറേബ്യ 10 വർഷത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4700 പാകിസ്ഥാൻ ഭിക്ഷാടകരെ സൗദി അറേബ്യ നാടുകടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവരുടെ പേരും പാസ്പോർട്ട് വിവരങ്ങളും നോ ഫ്ലയർ പട്ടികയിൽ ചേർക്കാനും സൗദി പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പെർമിറ്റ് ഇല്ലാത്തവരെ കണ്ടെത്താനുള്ള സൗദിയുടെ ശക്തമായ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഹജ്ജ് ഓപ്പറേഷനുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷയും മികച്ച സംഘാടനവും ഉറപ്പാക്കുന്നതിന് സൗദി അധികൃതർ എല്ലാ തീർത്ഥാടകരോടും നിയമങ്ങൾ പാലിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയാകുന്ന യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി എയർപോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികളുടെ പ്രാഥമിക യോഗം കഴിഞ്ഞ ദിവസം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നിരുന്നു. 31 വിമാനങ്ങളിലായി 5361 തീർത്ഥാടകരാണ് കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടുന്നത്. ഒന്നാമത്തെ വിമാനം മെയ് 10-ാം തീയതി പുലർച്ചെ 1:20 പുറപ്പെടും. മെയ് 22-നാണ് കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം. തീർത്ഥാടകരുടെ യാത്രയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാകുന്നത്. ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓരോ വിമാനത്തിന്റെയും ലഗേജുകൾ കൈമാറുന്നതുവരെ അതത് തീർത്ഥാടകരുടെ താൽക്കാലിക വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും സജ്ജമാക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും കൂടുതൽ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഹാജിമാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തുമെന്നും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്.